ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഈ ട്രേഡിംഗ് വിൻഡോയിൽ വളരെ സജീവമായി കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയോട് CSKയുടെ ഒരു ഒഫീഷ്യൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. CSKയിലെ തന്നെ ആ ഒഫീഷ്യൽ പറഞ്ഞതായിക്കൊണ്ട് PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സഞ്ജുവിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ട്രേഡിംഗ് വിൻഡോയിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റ് ഇപ്പോഴും കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. അവർ ഓപ്ഷനുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു ചെന്നൈക്ക് വേണ്ടി കളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിലെ ഒരു ഒഫീഷ്യൽ PTI എന്ന മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്. അതായത് സഞ്ജുവിന് വേണ്ടി പരമാവധി CSK ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ഓക്കെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവരിപ്പോഴും ഓപ്ഷനുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് CSKയുടെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഗൗരവ് ഗുപ്ത. നമുക്കറിയാം, അദ്ദേഹം അവിടുത്തെ അസിസ്റ്റന്റ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹം തന്റെ എക്സിൽ ഒരു അപ്ഡേറ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് CSKയിലെ ഒരു വിശ്വസനീയമായ സോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞത് സഞ്ജു സാംസണെ മാത്രമല്ല, ഈ ട്രേഡിങ്ങിലൂടെ മറ്റു ചില താരങ്ങളെ കൊണ്ടുവരാനും CSK ഇപ്പോൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഗൗരവ് ഗുപ്തയുടെ ആ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് വരുന്നത്: വളരെ വിശ്വസനീയമായ ഒരു സോഴ്സ് എന്നോട് പറഞ്ഞത് കേവലം സഞ്ജു സാംസണെ കൊണ്ടുവരാൻ മാത്രമല്ല CSK ഉദ്ദേശിക്കുന്നത്. ട്രേഡിങ്ങിലൂടെ ഒന്നിലധികം താരങ്ങളെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. 15-ാം തീയതിക്ക് മുന്നേ ഇത് പൂർത്തിയാക്കാനാണ് അവരുടെ ലക്ഷ്യം. ഇതാണ് ഗൗരവ് ഗുപ്ത തന്റെ എക്സിൽ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സഞ്ജു സാംസണ മാത്രമല്ല, മറ്റു പല താരങ്ങളെയും ട്രേഡിങ്ങിലൂടെ കൊണ്ടുവരാൻ വേണ്ടി CSK ഇപ്പോൾ ശ്രമിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഏതൊക്കെയാണ് താരങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.